ഈ തെരഞ്ഞെടുപ്പിന് ശേഷം CPIM ഇങ്ങനെ ഈ ആകെ സ്തബ്ധരായി നിൽക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ്? നേതൃത്വത്തിനെതിരെ താഴെത്തട്ടിൽ നിന്ന് വളരെ രൂക്ഷമായ പതിവില്ലാത്ത വണ്ണമുള്ള വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. അതിന്മേൽ ഈ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ വീഴ്ചകളിൽ തിരുത്തൽ പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് അവർ. അതിലേക്കൂടെയൊക്കെ കടന്നു പോവുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തൊട്ടു പിന്നാലെ CPIക്കുള്ളിലും ഈ ആരോപണങ്ങളെല്ലാം ഉയർന്നതാണ്. ബിനോയ് വിശ്വത്തിനെതിരെ തന്നെ ആരോപണം ഉയർന്നതാണ്. അവരുടെ സ്ഥാനാർത്ഥി നിർണയം പാളി എന്നുള്ള ആരോപണം ഉയർന്നതാണ്. അങ്ങനെ ഈ വെട്ടിനിരത്തൽ ആരോപണങ്ങൾ സമാന്തരമായി ഉയർന്നതാണ്. ഈ ചർച്ചകളെല്ലാം ഒറ്റയടിക്ക് ഡിഫ്യൂസ് ചെയ്യാൻ CPIക്കുള്ളിലെ ഏറ്റവും മികച്ച മാർഗം എന്നത് CPMനെതിരെ പറയുക എന്നുള്ളത് തന്നെയാണ്. അത് ബിനോയ് വിശ്വം നന്നായി തിരിച്ചറിഞ്ഞു. അത് ബിനോയ് വിശ്വത്തിന് അറിയാം. അദ്ദേഹം വളരെ മുതിർന്നൊരു രാഷ്ട്രീയക്കാരനാണ്. CK ചന്ദ്രപ്പൻ്റെയും വെളിയം ഭാർഗവൻ്റെയും ഒക്കെ ചരിത്രവും അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ട് അദ്ദേഹം വളരെ പെട്ടെന്ന് എടുത്തു വച്ച ഒരു ആ ചർച്ചയെ അവിടെ അവസാനിപ്പിക്കാൻ തക്കവണ്ണം എടുത്തു വച്ച ഒരു ആയുധമാണിത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്നാമത് ഇതെല്ലാം നമ്മളുടെ ഈ രാഷ്ട്രീയം വീക്ഷിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഈ സാധനം എടുത്തു വെച്ചു. എല്ലാ കാലത്തും ഇപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴും ഈ അണികൾ തമ്മിൽ മാനസികമായി വളരെ അകലെയാണ് CPMൻ്റെയും CPIയുടെയും. എനിക്ക് തോന്നുന്നു ലോക ചരിത്രത്തിലാകെ വലത് കമ്മ്യൂണിസ്റ്റുകളെന്ന് കേൾക്കുന്ന ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ CPIക്കാരായിരിക്കും. അത് വിളിക്കുന്നത് ആരാണ്? CPMകാരാണ്. അതായത് പണ്ട് കോൺഗ്രസിനൊപ്പം സഹകരിച്ചതിൻ്റെ കാരണം പറഞ്ഞിട്ടാണല്ലോ ഈ വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള പ്രയോഗം നിലനിൽക്കുന്നത്. അപ്പോൾ വലതാ കൊടിതാഴെ അതെ. അപ്പോൾ വലത് കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ള ആ വിളിയിൽ ഒരു പ്രതിഷേധവും പകയും ഉള്ളിട്ടുണ്ട്. നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയൊക്കെ സജീവമായ കാലത്ത് നമ്മൾ പലരെയും അങ്ങനെ പരസ്യ പ്രതികരണത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ. ഇവർക്ക് വലിയ മുതിർന്ന പഴയ CPIയുടെ നേതാക്കളുടെ മക്കളും ഇപ്പോഴും CPI അനുഭാവികളും ഒക്കെ ആയിട്ടുള്ള ചിലരൊക്കെ സോഷ്യൽ മീഡിയയിൽ യഥാർത്ഥത്തിൽ ആരോടാണ് പോരടിക്കുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ BJPയോടോ കോൺഗ്രസിനോടോ ഒന്നുമല്ല, CPMനോടാണ്. പിണറായി വിജയൻ ഏറ്റവും വലിയ വിമർശകർ CPIക്കാരാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോരടിച്ച് പോകുന്ന ഒരു കാലത്ത് അങ്ങനെ ഒരു സമവായത്തിൻ്റെ സ്വഭാവത്തിലാണ് നേരത്തെ ഇന്ത്യൻ രവീന്ദ്രനായാലും അതിനുശേഷം ബിനോയ് വിശ്വമായാലും പോയത് എന്നുള്ളതൊരു വാസ്തവമാണ്. ആ പ്രതിഷേധങ്ങളെ ഒറ്റയടിക്ക് അല്ലെങ്കിൽ എന്താണ് അവിടെ നിയമസഭയ്ക്കകത്തൊരു മുറി കിട്ടും എന്നുള്ളതിനപ്പുറത്ത് ഒരവകാശവുമില്ല പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്ന സ്ഥാനത്തിന്. അങ്ങനെ അതായത് അതൊരു ഭരണഘടനാപരമായ പദവിയൊന്നുമല്ല. ഈ ചീഫ് വിപ്പ് ആക്കാം എന്ന് ഉള്ള വാഗ്ദാനം ഇപ്പോൾ CPM കൊടുക്കുന്നുണ്ട്. അത്ര ചീഫ് വിപ്പ് ആക്കിയിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം എല്ലാ പാർട്ടികൾക്കും വിപ്പുമാരുണ്ട്. ഈ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ചീഫ് വിപ്പ് എന്ന് പറഞ്ഞ് പ്രത്യേകം അവതരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ കാലാകാലങ്ങളിൽ ഭരണപക്ഷത്ത് നിൽക്കുമ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിന് ഒരാളെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സംവിധാനമായിട്ടാണ് സത്യത്തിൽ ചീഫ് വിപ്പ് എന്നുള്ള പദവി തന്നെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ചീഫ് വിപ്പ് എന്നുള്ളൊരു പദവി കിട്ടിയിട്ട് പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഒരു കാര്യവുമില്ല. അപ്പോൾ ഇത് ഒന്നാമത്തെ കാരണം ബിനോയ് വിശ്വത്തെ കൊണ്ട് ഇങ്ങനെ ഈ ആവശ്യം ഉന്നയിക്കാൻ പ്രേരിപ്പിച്ച ഒന്നാമത്തെ കാരണം CPIക്ക് ഉള്ളിൽ ഉയർന്ന ചർച്ചകളെ ഒറ്റയടിക്ക് ഡിഫ്യൂസ് ചെയ്തു എന്നുള്ളതാണ്, ഈ തെരഞ്ഞെടുപ്പ് പരാജയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ. രണ്ടാമത്തെ കാര്യം CPMനുള്ളിലെ ചില ആഭ്യന്തര പ്രശ്നങ്ങൾ ഈ CPI ഇപ്പോൾ ഈ ആവശ്യം ഉന്നയിക്കുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ള തോന്നൽ എനിക്കുണ്ട്. കാരണം ഒരു സൂചന CPMനുള്ളിൽ നിന്ന് CPIക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ രാഷ്ട്രീയം നിരീക്ഷിക്കുന്നവർക്ക് വിലയിരുത്താം. കാരണം പ്രതിപക്ഷ ഉപനേതാവ് ഇപ്പം നിയമസഭയിലെ സീറ്റിൻ്റെ പൊസിഷൻ നോക്കിക്കോളൂ. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇരിക്കുന്നു, രണ്ടാമത്തെ സീറ്റിലായി KN ബാലഗോപാൽ ഇരിക്കുന്നു, മൂന്നാമത്തെ സീറ്റിലായി K രാജൻ ഇരിക്കുന്നു. ഇങ്ങനെയാണല്ലോ അവിടെ ആളുകൾ ഇരിക്കുന്നത്. ഇത് കോടിയേരി നേരത്തെ പ്രതിപക്ഷ ഉപനേതാവായി ഇങ്ങനെ തന്നെ ഇരുന്നിട്ടുണ്ട് അവിടെ. അതിന് എന്താ വെച്ചാൽ ഇടതു മുന്നണിക്കുള്ളിലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ആ രീതിയിൽ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. UDFൻ്റെ സമയത്ത് മുനീറും കുഞ്ഞാലിക്കുട്ടിയും പ്രതിപക്ഷ ഉപനേതാവ് എന്ന നിലയ്ക്ക് അവിടെ ഇരുന്നിട്ടുണ്ട്. ആ രണ്ടാമത്തെ സീറ്റിൽ ഇരുന്നിട്ടുണ്ട്. ഇടതു മുന്നണിയിൽ ഇങ്ങനെ ഒരു പതിവില്ല. ഇടതു മുന്നണിയിൽ പ്രതിപക്ഷ ഉപനേതാവ് എന്ന മട്ടിൽ ആ ഒരു പൊസിഷൻ എടുക്കുന്നത് എപ്പോഴും CPMനുള്ളിലുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ സ്വാഭാവികതയോടെയാണ് നമ്മൾ ഇതിനെ കാണുന്നത്. CPM അവരുടെ ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിച്ചു. ആ പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഇരിക്കുന്നു. KN ബാലഗോപാൽ കഴിഞ്ഞ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിയും മുതിർന്ന നേതാവ് CPMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ഒക്കെ ആയിട്ടുള്ള KN ബാലഗോപാൽ അടുത്ത പ്രതിപക്ഷ ഉപനേതാവിൻ്റെ ഒരു പൊസിഷൻ എടുത്തിരിക്കുന്നു. അവർക്ക് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ തർക്കം അവിടെ ഉയർന്നിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് ഇടതുമുന്നണിക്ക് അത് തീരുമാനിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഇത്തവണ പൊസിഷൻ ചെയ്യേണ്ടതില്ല എന്ന് CPIMനുള്ളിൽ ആരെങ്കിലും ആലോചിക്കുന്നില്ല എന്ന് പറയാൻ തൽക്കാലം എനിക്കിപ്പോൾ കഴിയുന്നില്ല. കാരണം ആ ഒരു സൂചന ഒരു പക്ഷേ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ആവശ്യപ്പെട്ടാൽ ഒരു പക്ഷേ നേടിയെടുക്കാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജ് കിട്ടിയിട്ടുണ്ടെങ്കിൽ
അതിശക്തമായി തന്നെ ആ ആവശ്യം ഉന്നയിക്കാം CPI ക്ക്. കാരണം CPI ക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. കിട്ടിയാൽ പ്രതിപക്ഷ ഉപനേതൃ സ്ഥാനമാണ്. കാരണം ഒരു പദവിയുമില്ല. ഈ ഇന്ത്യയിലെങ്ങും വേറെ പ്രത്യേകിച്ച് ഒരു പദവിയും ഇല്ലാതിരിക്കുമ്പോൾ ശരിയെന്ന ഒരു പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനമെങ്കിൽ ഉപനേതാവ് സ്ഥാനം എന്നുള്ളത് അവകാശപ്പെടാം. മാത്രമല്ല ധാർമ്മികമായി വളരെ ഉന്നതിയിൽ നിൽക്കുന്നു ഈ പാർട്ടി എന്നുള്ള പ്രതീതിയുണ്ട്. പിന്നെ കെ രാജൻ അസാമാന്യമായി നിയമസഭയിൽ പെർഫോം ചെയ്യുന്ന ആളുമാണ്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അദ്ദേഹത്തെ ആ പദവിയിലേക്ക് കൊണ്ടുവരുമെന്നാണ്, അങ്ങനെ വന്ന് കിട്ടിയാൽ കൊണ്ടുവരുമെന്നാണല്ലോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാണ് ഈ രാഷ്ട്രീയം നിരീക്ഷിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് സതീഷ്.